തറിത്ത ധണ്ണ ധണ്ണ ധണ്ണത്ത ഝുണ്ണു ഝുണ്ണു ഝുണ്ണുത്ത ധിമ്മി 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 തക്കി തകതല്ലി 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 എന്താ വിശേഷം? വിശേഷമൊക്കെ ഉണ്ട്. അയാളുണ്ടോ അവിടെ? തന്റെ അനിയൻ ഇല്ല, അവ ഹോസ്റ്റലിലുണ്ട്. എന്തേ? അയാൾക്ക് ഇതിനൊക്കെയുള്ള പ്രായമായോ? കുട്ടികളെ അച്ചടക്കത്തിൽ വളർത്തണം. നിങ്ങളത്ര ധനസ്യൊന്നും ഇല്ലെങ്കിലും ഞങ്ങളും മാന്യമായിട്ട് ജീവിക്കണവരാ. എന്താ കാര്യമെന്ന് പറഞ്ഞാ മനസ്സിലാക്കാം. ഇതാ മനസ്സിലാക്കിക്കോളൂ. എന്നേക്കാൾ എനിക്ക് പ്രിയമുള്ള എന്റെ മാളുവിന് 1000 വട്ടം പറയാൻ മടിച്ച കാര്യം തുറന്നു പറയുന്നതിനാണ് ഈ കത്ത്. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. നളൻ ദമയന്തിയെ സ്നേഹിച്ചതിനേക്കാൾ, കണ്ണൻ രാധയെ സ്നേഹിച്ചതിനേക്കാൾ, ശിവൻ ഉമയെ സ്നേഹിച്ചതിനേക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ സ്നേഹം എനിക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ നീ എനിക്ക് ജീവിതം തന്നില്ല എന്നാണ് അർത്ഥം. എന്നെ നിഷേധിച്ചാൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല. നിന്റെ മറുപടി കുറിപ്പിന് നീറുന്ന മനസ്സോടെ കാത്തിരിക്കുന്നു. സ്നേഹപൂർവ്വം, സോമ. വായിച്ചോ? എന്തു പറയണു അനിയന്റെ സ്വഭാവത്തെ കുറിച്ച്? എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. നല്ല സാഹിത്യം. ഈ സാഹിത്യം കൊണ്ട് എന്റെ കുട്ടിയടുത്തേക്ക് വരണ്ട. നല്ല സാഹിത്യം അത്രേ. ഇങ്ങനെയാണ് ഉത്തരവാദിത്തമുള്ള ഏട്ടൻ പറയേണ്ടത്. അവനൊരു ആൺകുട്ടിയാണ്. 10-24 വയസ്സായി. ഇഷ്ടപ്പെട്ട പെൺകുട്ടിയോട് മാന്യമായി അവന്റെ മനസ്സറിച്ചെന്നല്ലേ ഉള്ളൂ. അല്ലാതെ എന്ത് തെറ്റാവൻ ചെയ്തേ? പേര് ദോഷം എന്റെ കുട്ടിക്ക് ഉണ്ടാവുക. അതുണ്ടായാലല്ലേ. പഠിപ്പ് കഴിഞ്ഞ് അവൻ എന്തെങ്കിലും ഒരു സ്ഥിതിയായിട്ട് മാളവികയെ എന്റെ അനിയത്തിക്കുട്ടിയായിട്ട് തരുന്നതിൽ വിരോധമുണ്ടോ? എന്താ പറഞ്ഞ്? വിവാഹപ്രായമാവുമ്പോ എന്റെ അനുജന് മാളൂവിനെ വിവാഹം ചെയ്തു കൊടുക്കാൻ വിരോധമുണ്ടോന്നാ ചോദ്യം. മാഷ് കാര്യമായിട്ടാ പറയണേ. നിങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും അവളെ അയക്കാനുള്ള സ്ഥിതിയൊന്നും എനിക്കില്ല. അതൊന്നും ആരും ചോദിച്ചില്ലല്ലോ. പെൺകുട്ടിയുടെ പൊന്നും പണവും കിട്ടിയിട്ട് വേണ്ട ശരത്ത് കഴിയാൻ മാഷക്കറിയാലോ. ഓ, ഞാൻ എന്താ പറയാ? ഈ കേൾക്കണതൊക്കെ സത്യമാണെങ്കിൽ എന്റെ ഭാഗ്യമായിട്ടേ കരുതുന്നു. സത്യം. പെൻഷൻ പറ്റി പിരിഞ്ഞാ കേറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ല നമ്പീശന്. ശാരത്ത് ധാരാളം സ്ഥലം വെറുതെ കിടക്കുകയാണ്. അങ്ങോട്ട് പോരൂ മകളുടെ കൂടെ. മാഷ് അത്താഴൂണ് കഴിച്ചോ? എന്തിനാ നീ ഊണ്? നിറഞ്ഞു വരട്ടെ. ക്ഷോഭിച്ചാലും വിഷമം തോന്നരുത്. ക്ഷോഭിച്ചില്ലെങ്കിലേ വിഷമം തോന്നും. അപ്പൊ ഈ കത്ത് ഞാൻ കൊണ്ടുപോണോ അല്ലെങ്കിൽ മാളൂന് വേണമെങ്കിൽ കൊണ്ടുപോവാം, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കട്ടെ. അവിടെ ഇരിക്കട്ടെ, അതാ നല്ലത്. ഇനി ഈ കത്തും സാഹിത്യൊന്നും വേണ്ടാന്ന് പറഞ്ഞേക്കോ അയാളോട്. ഓ, ആ